നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, നെഗറ്റിവിറ്റിനെ, കൂടോത്രം, മന്ത്രവാദം, എന്തൊരു പ്രശ്നങ്ങളെയും നമുക്ക് സിമ്പിളായിട്ട് നേരിടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ്. ഇതിന് പൈസ മുടക്കില്ല, ബെറ്റർ വേയിലൂടെ ചെയ്യാം. നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെപ്പറ്റി ചിന്തിക്കാനേ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റില്ല. ഇതാണ് പവറിൻ്റെ പ്രത്യേകത. അതിരാവിലെ എഴുന്നേൽക്കുക, നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. അതായത് പറ്റുന്ന പോലെ മാക്സിമം വലിച്ചെടുത്ത് ബ്രീത്ത് ചെയ്യുക. ഒരു 20 ബ്രീത്ത് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നോക്കി വിശ്രമിക്കുക. വീണ്ടും 20 ബ്രീത്ത്. എന്തിനാണ് ബ്രീത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടുക്കുന്ന ശ്വാസത്തിലാണ് പ്രാണോർജ്ജം നിറഞ്ഞിരിക്കുന്നത്. ഈ പ്രാണോർജ്ജത്തെയാണ് നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ പറയുകയുണ്ടായി, ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഇതേപോലുള്ള, അതായത് അവർക്ക് പരസ്പരം സ്നേഹിക്കണമെന്ന് തോന്നിയാൽ പോലും കൂടിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ. ഈ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി പേർക്ക് ഈ അവസ്ഥയായിട്ട് റിലേറ്റ് ചെയ്യാനും സാധിക്കും. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഭാര്യ ഭർത്താവ് ഒരുമിച്ച് രണ്ടുപേരും ചേർന്ന് ഈ അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? ചേട്ടൻ പറയുകയുണ്ടായി സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കണം, രണ്ടുപേരും ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെ. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ശരി, നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എന്താണ് നമ്മുടെ മോട്ടീവ്? ഇപ്പോൾ പലപ്പോഴും ഞാൻ എന്താ പറയുന്നത്, പല ആളുകൾക്കും വളരെ കൺഫ്യൂഷനാണ്. ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്. ഈശ്വരനെ, നിങ്ങളുടെ സാങ്കല്പികമായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള ഈശ്വരനെ മാറ്റി വയ്ക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണക്ട് ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരന് പൈസ മുടക്കില്ല. പുഷ്പാഞ്ജലിയുടെ ആവശ്യമില്ല, മെഴുകുതിരിയുടെ ആവശ്യമില്ല, പ്രാർത്ഥനയുടെ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാനെ നിങ്ങൾ കണക്ട് ചെയ്യൂ. ഇതിന് പണം മുടക്കില്ല. ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പലപ്പോഴും പല ആൾക്കും ഭയങ്കര ഡൗട്ട് വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഗായത്രി, ഒരു സ്ത്രീയും പുരുഷനുമാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ശിവനെ എടുക്കാം. നമുക്ക് ശിവൻ ബോധവും പാർവതി ശക്തിയുമാണ്. ബോധം മാത്രം നിലനിന്നാൽ പോരാ. ബോധത്തിന് പ്രവർത്തനത്തിലോട്ട് വരാൻ വേണ്ടി ശക്തിയുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ശക്തി ഫെമിനിൻ എനർജിയാണ്, സ്ത്രീയാണ് ശക്തി. ഈ സങ്കല്പത്തിലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഈ സങ്കല്പം വളരെ റിയലാണ്. ഇവിടെ ചെയ്യുന്നൊരു തെറ്റെന്താ? ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഒരാൾ മാത്രം സ്പിരിച്വലാവും, മറ്റാൾ സ്പിരിച്വാലിറ്റിയാണ് ഒരു ബന്ധമില്ലാതെ ഒരു നിൽക്കാം. ഓക്കെ, ഇനി സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസമല്ല, പ്രാർത്ഥനയുമല്ല. അത് തെറ്റിദ്ധരിക്കരുത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ക്ലിയർ ചെയ്യുന്ന, ബെറ്ററായിട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സ് മാത്രമാണ് സ്പിരിച്വാലിറ്റി. അതിന് ദൈവത്തിനെ കൂട്ടുപിടിക്കുകയേ വേണ്ട. അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ട് ഇരിക്കുന്നതൊന്നും സ്പിരിച്വൽ ആണെന്നൊരു നിർബന്ധമില്ല. സ്പിരിച്വൽ ലൈഫിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ മിനിമം സ്പിരിച്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സ്പിരിച്വൽ തലത്തെ പറ്റിയുള്ളൊരു ബോധം, അല്ലെങ്കിൽ എനർജീനെ പറ്റിയുള്ള സെൻസേഷൻ അത് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ബോധം പ്രവർത്തന പദത്തിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ബോധം വികസിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ബ്രെയിൻ എക്സ്പാൻഷനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബോധം വികസിക്കുമ്പോൾ അറിവാണ് നമ്മളിലോട്ട് വരുന്നത്. അറിവാണ് ദൈവം. അതായത് ഈ അറിവിലെല്ലാം ഉണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എതിരെ വരുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ നേരിടണം, ഞാനിനി എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അറിവിൽ നിന്നാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. നമ്മുടെ അറിവ് കുറയുമ്പോഴോ അറിവ് തെറ്റുമ്പോഴോ ആണ് നമ്മൾ പലപ്പോഴും പോയി കുഴി ചാടുന്നത്. എന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്, നമ്മുടെ ബോധമില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ ബോധമില്ലായ്മയും നമ്മുടെ അറിവില്ലായ്മയും മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ പറയുകയാണ്, ഏട്ടാ നീ ഇത് ചെയ്തോ, അത് ചെയ്ത പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നമുക്ക് വേണ്ട. നമുക്കതില്ല. കാരണം നമ്മളോട് ട്രസ്റ്റ് കൊടുക്കും. കാരണം എന്നെക്കാളും അറിവ് അവനുണ്ടെന്നുള്ള ബോധത്തിലോട്ട് നമ്മളെത്തും. അപ്പോൾ അവൻ പറയുന്നതോ അല്ലെങ്കിൽ അവൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ പറയുന്ന കാര്യം നമ്മൾ ചെയ്യും. അത് ഒരു കോഴ്സ് പഠിക്കാൻ എൻ്റെ അഭിരുചി അതല്ല. എൻ്റെ അച്ഛനമ്മ പറയുന്നു നീ ആ കോഴ്സ് പഠിച്ചോ. കാരണം എന്താ? എൻ്റെ അച്ഛനമ്മയ്ക്ക് പ്രായമുണ്ട്, എൻ്റെ അച്ഛനമ്മയ്ക്ക് വിദ്യാഭ്യാസമുണ്ട്, അവർ പറഞ്ഞതാണ് ശരി. അവർ പറയുന്നതല്ല ശരി. നമ്മുടെ താല്പര്യം എന്താണോ, നമ്മുടെ അഭിരുചി എന്താണോ അതനുസരിച്ച് നമ്മൾ കോഴ്സ് എടുക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞവൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോധം നമ്മുടെ കൂടെ ഉള്ള പാർട്ട്നേഴ്സ്, നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താവാണെങ്കിൽ ഒരുമിച്ച് സ്പിരിച്വൽ മേഖലയുടെ മുന്നോട്ട് പോകും. മനസ്സിലാവും? മുഖത്തോടും മുഖം ചേർന്ന് നിന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. സിമ്പിൾ മെഡിറ്റേഷൻ. മനസ്സിലാവുന്നത്? സിമ്പിൾ മെഡിറ്റേഷൻ. നിങ്ങൾ ഫേസ് ടു ഫേസ്, അതിരാവിലെ എഴുന്നേൽക്കുക, രണ്ടുപേരും കുളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് നിന്ന് കാല് നമ്മുടെ തുടയ്ക്ക് മുകളിൽ കൈ മലർത്തി വെച്ചിട്ട് ആരെയാണോ ഏറ്റവും പവർഫുൾ ശിവനെയാണ്. അതായത് കപ്പിൾസ്, ദമ്പതിമാർ പ്രാർത്ഥിച്ചാൽ ശിവനുമായിട്ടുള്ള എനർജി ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലെങ്കിൽ കണക്ട് ആവില്ല. അതായത് ഒരു സ്ത്രീ മാത്രം ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒരു പുരുഷൻ മാത്രം പ്രാർത്ഥിച്ചാലോ ശിവം എന്ന് പറയുന്ന ആ ശക്തിയും ബോധവും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഫെയിലിയേഴ്സ് കിടക്കുന്നത്. ഇത് വളരെ സീക്രട്ടായ ഒരു മെത്തേഡാണ്. നമ്മൾ രണ്ടുപേരും, ഞാൻ പറയുന്ന സന്യാസിമാരെ വിട്ടേക്കും. സന്യാസി അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് സന്യാസിമാരെ അല്ലല്ല? സന്യാസിമാരെന്ന് പറഞ്ഞാൽ ശരീരത്തെ വെടിഞ്ഞു പോകുന്ന ആളുകളാണ്. അവരെന്ന് പറഞ്ഞാൽ ആ ബോധത്തിലാണ് നിൽക്കുന്നത്. അവരുടെ ശക്തിയും ബോധം ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
പക്ഷെ നമ്മൾ സാധാരണ ജീവിതം ജീവിക്കുന്ന മനുഷ്യരെപ്പോഴും ഇതിനെ മുൻഗണന കൊടുക്കണം. ഒരു സിംഗിൾ പാർട്ട്ണർ അത്തരത്തിലുള്ള അനുഭവങ്ങൾ, അത്തരത്തിലുള്ള സ്പിരിച്വാലിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് ഒരുമിച്ച് നിന്നാൽ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതായത് അതിരാവിലെ എഴുന്നേൽക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തനത്തിലോട്ട് പോവുക, രണ്ടുപേരും ഒരുമിച്ച്. അപ്പോൾ രണ്ടുപേരും കൂടി ഡെവലപ്പ് ചെയ്യുന്ന ഊർജ്ജം ആ വീടിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ചേട്ടാ, ഇവിടെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. നമുക്ക് ആ മെത്തേഡ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാമോ? കാരണം ഒത്തിരി പേർക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടാവുമല്ലോ. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുക, മുദ്ര ചേട്ടൻ പറഞ്ഞു, കൈ വെക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബോധതലത്തിൽ ശിവനെ ഉൾക്കൊള്ളുക മനസ്സുകൊണ്ടിട്ട്. അതിനുശേഷം എന്തായിരിക്കും? ഒന്നുമില്ല, നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണം. പലപ്പോഴും ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ പറയുന്നത് സമയം നോക്കണ്ടെന്ന് പറയുന്നത്. പക്ഷെ അതല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, നെഗറ്റിവിറ്റിനെ, കൂടോത്രം, മന്ത്രവാദം, എന്തൊരു പ്രശ്നങ്ങളെയും നമുക്ക് സിമ്പിളായിട്ട് നേരിടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ്. അതിരാവിലെ എഴുന്നേൽക്കുക, നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. അതായത് പറ്റുന്ന പോലെ മാക്സിമം വലിച്ചെടുത്ത് ബ്രീത്ത് ചെയ്യുക. ഒരു 20 ബ്രീത്ത് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നോക്കി വിശ്രമിക്കുക. വീണ്ടും 20 ബ്രീത്ത് 20 ചെയ്യുക. വീണ്ടും 2 മിനിറ്റ് നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് വിശ്രമിക്കുക. ഇതുപോലെ 4 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഈ 4 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും മെഡിറ്റേഷൻ പ്രോസസ്സിലിരിക്കുക. നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് ഫോക്കസ് ചെയ്ത് മെഡിറ്റേഷൻ പ്രോസസ്സിലിരിക്കുക. രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നതിന് ശേഷം വീണ്ടും ഒരു 2 ബ്രീത്ത്, ഇതേ സെറ്റ് 2 ബ്രീത്ത്. എന്തിനാണ് ബ്രീത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് ഓക്സിജൻ സപ്ലൈ നമുക്ക് ആ സമയത്ത് ആവശ്യമുണ്ട്. ഈ എടുക്കുന്ന ശ്വാസത്തിലാണ് പ്രാണോർജ്ജം നിറഞ്ഞിരിക്കുന്നത്. ഈ പ്രാണോർജ്ജത്തെയാണ് നമ്മൾ ധ്യാനത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എനർജി ഇല്ലാതെ നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. എനർജി ഇല്ലാതെ ധ്യാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സമയത്തെ ചുറ്റുപാടുകളും ആ സമയത്തുള്ള ഡിസ്റ്റർബൻസ് നമ്മൾക്ക് ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എനർജി ഉപയോഗിച്ച് നമ്മൾ ധ്യാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹൈ പോയിന്റിലോട്ട് നമ്മൾ പെട്ടെന്ന് കൺവേർട്ട് ആവും. ഇതിന് ശേഷം നിങ്ങൾ വീണ്ടും നട്ടലിൻ്റെ താഴെയിൽ നിന്നും മെഡുലയിലോട്ട് വരെയുള്ള നിങ്ങളുടെ ശ്വാസം, നിങ്ങൾ എടുക്കുന്ന നോർമൽ ബ്രീത്ത് നിങ്ങളുടെ നട്ടലിലൂടെയാണ് സഞ്ചരിക്കണേ എന്ന് നിങ്ങളൊരു ധാരണ വരുത്തുക. ഇതിങ്ങനെ 108 വട്ടം ഇത് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ ധ്യാനത്തിലോട്ട് ഇരിക്കുക. ഈ അതായത് 108 വട്ടം അത് കഴിയുക. അതിനുശേഷം ധ്യാനിക്കുക. കൈകൾ മലർത്തി വെച്ച് രണ്ടുപേരും ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് സ്ത്രീ പാർവതിനെയും പുരുഷൻ ശിവനെയും ആരാധിക്കണം. മനസ്സിൽ രൂപം കണ്ടിട്ട്, ഇതിപ്പോൾ ശിവനാണെന്ന് കരുതുക, ഇതിപ്പോൾ ശിവനെയാണ്, ശിവൻ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതായിട്ട് നമ്മൾ ആദ്യം സങ്കല്പിക്കുക. എന്നിട്ട് ശിവൻ്റെ നെറ്റിയുടെ മധ്യഭാഗം നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗം നമ്മൾ കണക്ട് ചെയ്യുക. സ്ത്രീ പാർവതിയോ ദുർഗയോ ഈ പറയുന്ന കാളിയോ ആരുള്ള, ഇത് 3 പരാശക്തിയുടെ രൂപങ്ങളാണ്. അപ്പോൾ പുരുഷനും സ്ത്രീ ഇത് ഉപാസിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളൊന്നും ബാധിക്കില്ല. കാരണം അത്ര പ്രൊട്ടക്ഷൻ ആയിരിക്കും നിങ്ങളിലോട്ട് വരുന്നത്. സ്ത്രീ ശക്തിയെയും ഈ പുരുഷൻ ബോധത്തെയുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ബോധവും ശക്തിയും ചേർന്ന് അൾട്ടിമേറ്റ് ആയി പോകും. അപ്പൊ തന്നെ ആ എനർജി രണ്ടുപേരിലും ബാലൻസ്ഡ് ആയി. ഈ രണ്ടുപേരും ഇങ്ങനെ എനർജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഡെയിലി പ്രോസസ്സാണ് ഇത്. രാവിലത്തെ പ്രോസസ്സ് മിനിമം 1/2 മണിക്കൂർ to 1 മണിക്കൂറിനിടയിൽ നമ്മൾ ധ്യാനിക്കണം. ഈ ധ്യാനം കണ്ണുകൾ അടച്ച് ശിവനെ മനസ്സിൽ വിചാരിച്ച് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ഈ സമയത്ത് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുക. ഇതിൻ്റെ നെക്സ്റ്റ് ഘട്ടം മെഡിറ്റേഷനൊക്കെ ഉണ്ട്. അതിപ്പോൾ ചെയ്യേണ്ട, ഇതിപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളത് മാത്രം ചെയ്താൽ മതി. ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭഗവാനെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അടുത്തിരുത്തുന്നത്, ആ ഭഗവാൻ എങ്ങനെയാണോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ്, അതായത് നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ മുന്നിൽ ആ ഭഗവാൻ ശിവൻ വന്നിരിക്കുകയാണെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. ഈ സങ്കല്പം ഞാനാണ്. എൻ്റെ ക്വാളിറ്റിയും എൻ്റെ മനസ്സും എൻ്റെ സ്നേഹമാണ് എനിക്ക് ശിവൻ എന്ന രൂപത്തിൽ കാണാൻ പറ്റുള്ളൂ. ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ ശിവൻ നെഗറ്റീവായിട്ട് ഇരിക്കുള്ളൂ. മനസ്സിലാവും. കാരണം ഇതെൻ്റെ സങ്കല്പബോധം എന്ന് പറയുന്നത് എൻ്റെ ബോധം തന്നെയാണ്. എൻ്റെ ബോധത്തെ ക്ലിയർ ചെയ്യാതെ നമുക്ക് നല്ലൊരു സങ്കല്പബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പതുക്കെ ഡെവലപ്പ് ആയിക്കോളും ഈ സാധനം. അതിനുശേഷം രാത്രി ഇതേ പ്രോസസ്സ് നന്നായിട്ട് ഒരു 20 വട്ടം ബ്രീത്ത് എടുത്ത് വിടുക. വീണ്ടും ഇതേ വട്ടം ഒരു 20-30 മിനിറ്റ് ധ്യാനത്തിനിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. ആ അനുഭവങ്ങളോട് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എനർജി വേരിയേഷൻ സംഭവിക്കാൻ തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള പതുക്കെ നിങ്ങളുടെ 2 ബോഡിയിലും ബ്രെയിനിലോട്ട് വരാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലോട്ട് ഇൻഫർമേഷൻ നിറയാൻ തുടങ്ങും. ഓക്കെ, ഇതൊരു പ്രശ്നമാണല്ലോ, ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാം, ഊർജ്ജ രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി ക്ഷയിക്കാതെ ബോധവും നോക്കും, ബോധം ക്ഷയിക്കാതെ ശക്തിയും ശ്രമിക്കും. ഈ എനർജി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. അതായത് സ്ത്രീയും പുരുഷനും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലോട്ട് പോക്കും. ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ്. മറ്റേത് നമ്മൾ ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക, നടക്കില്ല. ഈ ബാലൻസ്ഡ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ബാലൻസിങ് ആരെല്ലാം ആണോ കൈകാര്യം ചെയ്യുന്നത് അവരെല്ലാവരും സക്സസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു സക്സസ് ആയ വ്യക്തിനെ എടുത്ത് നോക്കിക്കോ, അവരുടെ പാർട്ണർ വളരെ സ്ട്രോങ് ആയിരിക്കും.
അവരുടെ പാർട്ണർ ആ ശക്തിയിലായിരിക്കും നിൽക്കുന്നത്. അത് ഞാൻ ബോധത്തിലായിരിക്കും അവരുടെ പാർട്ട്നേഴ്സ് നിൽക്കുന്നത്. ഈ എത്ര വലിയ ബിസിനസ്സുകാർ എടുത്ത് നോക്കിക്കോ, ഇനി ലോകത്തിൽ എത്ര വലിയ പൊളിറ്റീഷ്യന്മാർ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, സക്സസ് ആയ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർ അങ്ങനെയായിരിക്കും നിൽക്കുന്നത്. അവരുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിന് അങ്ങനെയായിരിക്കും അവർ ആ കൺസേൺ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ പറയുന്ന ശിവനും പാർവതിയും തമ്മിലുള്ള ആ ഒരു ബോധതലത്തിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ആവുന്നത്. ഇത് എത്ര മനോഹരമായിട്ടുള്ള സങ്കല്പമാണെന്ന് ആലോചിക്കണം അതെ അല്ലെ. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷനിലുള്ളവർ എത്ര പേര് ഇത് ഉൾക്കൊള്ളും എന്നുള്ളതാണ് സംശയം. പക്ഷെ എത്ര സിമ്പിളായിട്ട് നമുക്ക് തന്നെ നമ്മളിൽ ബാധിച്ചിരിക്കുന്ന ഈ നെഗറ്റിവിറ്റിയും നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കർമ്മങ്ങളാണ്. പ്രീവിയസ് ലൈഫിൽ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഈ ഒരു എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കും അല്ലേ. പക്ഷെ അതൊന്നും നമ്മൾ പോലും വകവയ്ക്കാതെ പരസ്പരം എനിക്ക് ആ സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പോകണം, എനിക്ക് ആ സമയത്ത് TV കാണണം, എനിക്ക് ആ സമയത്ത് ഫുഡ് കഴിക്കണം, എനിക്ക് ആ സമയത്ത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോകണം, ഇന്നൊക്കെ ഉള്ള ചിന്തകൾ വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുമുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റികളും ഇല്ലാത്ത ഒരു എനർജി ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ മുഴുവൻ നെഗറ്റീവായ കാര്യങ്ങളും നമ്മൾ പോയി ഇടപെടും. അവിടുത്തെ നെഗറ്റിവിറ്റി വാരി നമ്മുടെ ശരീരത്തിൽ പിടിച്ചു വെക്കും. സ്ത്രീക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യും, പുരുഷന് പറ്റുന്ന രീതിയിൽ ചെയ്യും. ഇത് രണ്ടും കൂടി ചുമന്നിട്ട് എവിടെ വരുന്നു? വീട്ടിലോട്ട് വരുന്നു. വീട്ടിലോട്ട് വന്നിട്ട് ഇത് ആർക്കാ പകർന്നു കൊടുക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നു. ശേഷം കുഞ്ഞുങ്ങൾക്കും കൂടി ഈ ഊർജ്ജം പുഷ് ചെയ്യുന്നു. എന്ത് പറ്റും? കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങും, കുഞ്ഞുങ്ങളുടെ ആരോഗ്യമായ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. മനസ്സിലായോ? എന്നാൽ ഈ രണ്ടുപേരുടെ ശരീരത്തിൽ സ്പിരിച്വൽ ഊർജ്ജമാണ് ഡെവലപ്പ് ആവണമെങ്കിലോ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഹീലിംഗ് ആണ്. ആ വീടിൻ്റെ അകത്ത് ആരെല്ലാം കൊണ്ട് അവിടെ എല്ലാം സംഭവിക്കും. കാരണം എന്താണ് അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളിൽ എങ്ങനെയാണ് എനർജി വർക്കൗട്ട് ആവുന്നത്? അവിടെ നിത്യമായ പൂജകളും നിത്യമായ കർമ്മങ്ങളും നിത്യമായ പ്രാർത്ഥനകളും ആ വിഗ്രഹത്തിന് എല്ലാ ദിവസവും ചെയ്തു കൊടുക്കുമ്പോഴാണ് ശക്തി, എനർജി ഡെവലപ്പ് ആവുന്നത്. ഇതേ സാധനം തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിഗ്രഹം. ശരിക്കും നമ്മളും ഒരു ശിവലിംഗം തന്നെയല്ലേ? നമ്മുടെ ശരീരത്തിലോട്ടല്ലേ നമ്മൾ പൂജകൾ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലല്ലേ നമ്മൾ നോക്കുന്നത്. നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു എനർജി പോയിന്റ് ആവാല്ലേ? അങ്ങനെയെങ്കിൽ ഒരു നമ്മുടെ വീടല്ലേ ശരിക്കും അമ്പലം, നമ്മുടെ വീടല്ല ശരിക്കും പള്ളി. അതിനെ ശുദ്ധിയായി നോക്കേണ്ടത് നമ്മളല്ലേ? അവിടെയല്ലേ നമ്മൾ എനർജി ശരിക്കും ഡെവലപ്പ് ചെയ്യേണ്ടത്. അതല്ലേ ശരിക്കും നമ്മൾ അമ്പലമായി കാണണ്ടേ? അവിടുത്തെ അന്തേവാസികളല്ല നമ്മൾ ഈ പറയുന്ന അച്ഛനും അമ്മയും മക്കളെല്ലാവരും. രണ്ടുപേരും അവിടെ എനർജി ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്ത് പവർഫുള്ളാണ്. നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം, അങ്ങനെയാണ് പറയുന്നത്. ശരീരം തന്നെ, അത് ഞാൻ പറഞ്ഞ അതിന് ശരീരം ക്ഷേത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. എനർജി ഡെവലപ്പ് ചെയ്യണ്ടേ? വെറുതെ ക്ഷേത്രം വെച്ചുകൊണ്ടിരുന്ന മുടിഞ്ഞമ്പലായി മാറൂലേ? ശരിക്കും നമ്മളെല്ലാവരും ഒരു മുടിഞ്ഞമ്പലത്തിന്റെ ഭാഗത്തിലല്ലേ പോകുന്നത്. ഒരു എനർജിയും ഇല്ല, ഒന്നുമില്ല. വഴിക്കോടെ പോണ എല്ലാ അടികളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിലുള്ള ചൈതന്യത്തെ നമ്മൾ സിമ്പിൾ പ്രോസസ്സിലൂടെ ഡെവലപ്പ് ചെയ്യുക. അത് നമ്മുടെ വീടിന് ചുറ്റും വരും. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ പറ്റി ചിന്തിക്കാനേ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റില്ല. ഇതാണ് ആ പവറിന്റെ പ്രത്യേകത. ഇതിന് പൈസ മുടക്കില്ല, ബെറ്റർ വേയിലൂടെ ചെയ്യാം. നമസ്കാരം.